നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര നിയമം തിരിച്ചടിയായി, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ വൻ ഇടിവ്. കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിമാൻഡ് കുത്തനെ ഇടിഞ്ഞതായി റിപ്പോർട്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് പദ്ധതിയിൽ തൊഴിൽ തേടിയവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ ഗണ്യമായ കുറവാണുണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവക മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ ഈയിടെ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 18.44 ദശലക്ഷം ജനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുത്തത്. 2024 ഡിസംബറിൽ തൊഴിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 25.77 ദശലക്ഷമായിരുന്നു. അതായത് 2024 ഡിസംബറിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഡിസംബറിൽ 28.4% തൊഴിലാളികളുടെ കുറവാണുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് തുടർച്ചയായ 6ാം മാസമാണ് തൊഴിലുറപ്പ് പദ്ധതി ജോലിക്കുള്ള ഡിമാൻഡ് കുറയുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിൽ 196.6 ദശലക്ഷം പേരാണ് തൊഴിൽ തേടിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 15.3% കുറവാണിതെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. സാമ്പത്തിക രംഗം വളർച്ച കൈവരിക്കുകയും വ്യവസായ മേഖലയിലടക്കം മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിലവസരങ്ങൾ ലഭ്യമാവുകയും ചെയ്തതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിമാൻഡ് കുറയാൻ കാരണമായി പറയുന്നത്. 2005 UPA സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ പദ്ധതിക്ക് പകരമാണ് തൊഴിൽ ദിനങ്ങൾ 125 ദിവസമായി ഉയർത്തുന്ന VBG റാംജി പദ്ധതി സർക്കാർ അവതരിപ്പിച്ചത്. ജോലി പൂർത്തിയായ ശേഷം 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് VBG റാംജി ബില്ലിൽ നിർദ്ദേശമുണ്ട്. സമയപരിധിക്കുള്ളിൽ വേതനം നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനത്തിന് ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. VBG റാംജി ബിൽ പ്രകാരം കഴിഞ്ഞ 7 വർഷത്തെ ശരാശരി വാർഷിക വിഹിതത്തെ അപേക്ഷിച്ച് സംസ്ഥാനങ്ങൾക്ക് 17,000 കോടി രൂപയുടെ അധിക കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്നാണ് SBIയുടെ ഏറ്റവും പുതിയ ഗവേഷണ റിപ്പോർട്ട് പറയുന്നത്. വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.